ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. 10 കൽപ്പനകളിൽ നാം ആഴമായി ചിന്തിക്കാത്ത ഒരു കൽപ്പനയാവും ഈ കൽപ്പന. ഒരു വസ്തു കാണുമ്പോൾ ബാഹ്യമായി നാം അത് ആഗ്രഹിക്കുന്നതല്ല ഈ കൽപ്പനയുടെ ലംഘനം. മറിച്ച് നമ്മുടെ യുക്തിയുടെ അതിരുകളെ ലംഘിച്ച് നമ്മുടേതല്ലാത്തതിനെ, അന്യന്റെ അല്ലെങ്കിൽ അന്യൻ അവകാശപ്പെട്ടതിനെ നീതിരഹിതമായി മോഹിക്കുന്നതാണ് ഈ കൽപ്പനയുടെ ലംഘനം. അത്യാഗ്രഹത്തെയും ഭൗതിക വസ്തുക്കൾ അതിരില്ലാതെ കൂമ്പാരം കൂട്ടുന്നതിനുള്ള ആഗ്രഹത്തെയും 10-ാം കൽപ്പന വിലക്കുന്നു. സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ആസക്തിയും ഭൗതിക നേട്ടത്തിന് വേണ്ടി അയൽക്കാരനോട് ചെയ്യുന്ന ദ്രോഹവും അനീതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2535, 36 എന്നീ ഖണ്ഡികകളിൽ വ്യക്തമാക്കുന്നു. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് അസൂയയെ നിഷ്കാസനം ചെയ്യണമെന്ന് 10-ാം കൽപ്പന ആവശ്യപ്പെടുന്നു. അന്യന്റെ വസ്തുക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും അവ നേടാനുള്ള ക്രമരഹിതമായ ആഗ്രഹവും ഇതിന്റെ ഭാഗമാണ്. അയൽക്കാരന് ദ്രോഹമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് മാരക പാപമായി തീരുന്നു. അസൂയ ദുഃഖത്തിന്റെ രൂപവും തന്മൂലം സ്നേഹത്തിന്റെ നിഷേധവുമാണ്. ഒന്ന് ആഴമായി ചിന്തിച്ചാൽ അഹങ്കാരവും ഇതിൽ കാണാം. ഇവയൊക്കെ 2538, 39, 40 എന്നീ ഖണ്ഡികകളിൽ പറയുന്നുണ്ട്. നാം നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യം വഹിക്കുന്നവയാണ്. തിന്മകളൊന്നും തിന്മയല്ലാതായി മാറുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. എന്റെ പ്രവർത്തികളും രീതികളും മറ്റൊരാൾക്ക് ദോഷമായി ഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ അവ തിരുത്താൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.